ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ വീഡിയോ. അപ്പോൾ നല്ല അടിപൊളി കാസർഗോഡൻ സ്റ്റൈൽ അല്ലെങ്കിൽ നമ്മളെ മലബാർ സ്റ്റൈൽ മട്ടൻ കറിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വേഗം തന്നെ വീഡിയോയിലോട്ട് പോയി നോക്കാം. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ നല്ല ഫ്രഷ് ആയിട്ടുള്ള നല്ല അടിപൊളി മട്ടനും കിട്ടിയിട്ടുണ്ടായിനി. അപ്പോൾ അത് നന്നായി കഴുകി ഉപ്പും മഞ്ഞളും അതുപോലെ തന്നെ മുളക് പൊടിയും തേച്ച് നന്നായി ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് വെക്കാം. ആ സമയത്ത് നമുക്ക് ഗ്രേവിക്ക് ആവശ്യമായ വെജിറ്റബിൾസ് റെഡിയാക്കി എടുക്കാം. ഇതിനാവശ്യമായത് ആദ്യം തന്നെ ഒരു 7 ഗ്രീൻ ചില്ലി, 2 അല്ലി വെളുത്തുള്ളി, അതുപോലെ തന്നെ ഇഞ്ചിയാണ്. അപ്പോൾ നന്നായി ഒന്ന് ചതച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചതച്ചെടുക്കുമ്പോൾ കറിക്ക് നല്ല സ്മെല്ലും അതുപോലെ തന്നെ ടേസ്റ്റും ഉണ്ടാവും. പിന്നെ ഈ മട്ടൻ കറിക്ക് ആവശ്യമായിട്ടുള്ളത് 3 മീഡിയം സൈസ് സവാളയാണ്. അത് നന്നായി ഒന്ന് ചോപ്പ് ചെയ്തെടുക്കാം. പിന്നെ ഒരു ടൊമാറ്റോ നന്നായി ഒന്ന് സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിനി ആദ്യം റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകിൻ്റെ പേസ്റ്റ് നന്നായി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ നന്നായി ഒന്ന് ചതച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഈ ഒരു രീതിക്ക് കിട്ടുന്ന പോലെ നമുക്ക് നന്നായി ഒന്ന് ചതച്ചെടുക്കാം. ഇങ്ങനെ ഇടുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്കിനി മട്ടൻ കറിയിൽ റെഡിയാക്കാൻ വേണ്ടി തുടങ്ങാം. ഒരു പാൻ നമ്മൾ അടുപ്പത്തേക്ക് വെച്ച് അതിലേക്ക് ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുത്ത് കടുക് നന്നായി ഒന്ന് പൊട്ടിച്ചെടുക്കാം. ഈ കാണുന്ന പാക്കറ്റ് മറ്റേ ബിരിയാണി മസാലേൻ്റെ പാക്കറ്റാണ് കേട്ടോ. മറ്റേ ബിരിയാണി ഇല, ഗ്രാമ്പൂ, പട്ട, ജീരകം, പെരുംജീരകമൊക്കെ ഉള്ള ഒരു മസാലക്കൂട്ടാണ്. അപ്പോൾ ഇതിൽ നമുക്ക് ആവശ്യത്തിനുള്ളത് കുറച്ച് ഇട്ട് കൊടുക്കാം. ഇത് ഇട്ട് കൊടുക്കുമ്പോൾ കറിക്ക് നല്ലൊരു ടേസ്റ്റും മണവും ഉണ്ടാവും കേട്ടോ. നമ്മൾ ചിക്കൻ കറി ആയിക്കോട്ടെ മട്ടൻ കറി ആയിക്കോട്ടെ ഏതായിക്കോട്ടെ നമുക്കിത് ഇട്ട് കൊടുത്താൽ നല്ലൊരു സ്മെല്ല് ഉണ്ടാവും കറിക്ക്. അതിനുശേഷം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച കറിവേപ്പില ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നമ്മൾ ചോപ്പ് ചെയ്ത് വെച്ച സവാളയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. സവാള വേഗം ഒന്ന് വഴണ്ട് കിട്ടുന്നത് വേണ്ടിയിട്ട് നമുക്ക് 1/2 ടീസ്പൂൺ ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കുക്ക് ചെയ്ത ശേഷം സവാള നന്നായി ഒന്ന് മൂപ്പെത്തിയിട്ടുണ്ട്. നമുക്കിത് നേരത്തെ റെഡിയാക്കി വെച്ച ഇഞ്ചി വെളുത്തുള്ളി അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ പേസ്റ്റ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ ഒരു പേസ്റ്റ് ഇട്ട് കൊടുക്കുമ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ കറിക്കും നല്ലൊരു സ്മെല്ലും ഉണ്ടാവാൻ വേണ്ടി ഇത് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് നമുക്കൊരു ടൊമാറ്റോയും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, അതുപോലെ തന്നെ 1 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് മസാലേൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മളെ മസാല റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല കറിക്ക് നല്ല കളർ വേണമെങ്കിൽ നമുക്ക് കൂടുതൽ ഡ്രൈ ആക്കിക്കൊണ്ടിരിക്കണം. അപ്പോൾ നല്ല കറിക്ക് നല്ലൊരു കളർ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ ആ മസാല റെഡിയായ ശേഷം നമുക്ക് നേരത്തെ കഴുകി സെറ്റാക്കി വെച്ച മട്ടൺ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മളിപ്പോൾ വെള്ളമൊഴിച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല. മട്ടൺ നന്നായി ഒന്ന് മസാലയുമായി പിടിച്ച് സെറ്റായി വരണം. അപ്പോൾ അതുവരെ നമുക്ക് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ചിക്കനേക്കാളും നല്ല വേവ് ഉണ്ടാവും മട്ടന്. അപ്പോൾ നമ്മൾ അതിനനുസരിച്ചുള്ള വെള്ളം വേണം ഒഴിച്ച് കൊടുക്കാവുന്നത്. ഒരു 45-50 മിനിറ്റ് എന്തായാലും കുക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത ശേഷം നമ്മൾ 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ വെള്ളത്തിൽ നിന്നും തിള വന്ന ശേഷം വേണം ഇട്ട് കൊടുക്കാൻ. അപ്പോൾ നല്ല സ്മെല്ലും ടേസ്റ്റും ഉണ്ടാവും. അതിനുശേഷം നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കേണ്ടത് നല്ല മീറ്റ് മസാലയാണ് കേട്ടോ. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന പാക്കറ്റാണ് ഈ കാണുന്നത്. നമുക്കിതും കുറച്ച് ഇട്ട് കൊടുക്കാം. ഇതിപ്പോൾ കുക്ക് ചെയ്ത് റെഡിയായ മട്ടനാണ് കേട്ടോ. ഒരു 45 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ടാവും ഇത്. അപ്പോൾ നമുക്കിതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കാം. അപ്പോൾ ഇതാ ഈ ഒരു നല്ല അടിപൊളി ഫൈനൽ റിസൾട്ടാണ് കേട്ടോ. ഇത് നല്ല അടിപൊളി മട്ടൻ കറി സെറ്റായി വന്നിട്ടുണ്ട്. നമുക്കിനി ചോറിൻ്റെ കൂടെ ആണെങ്കിലോ അല്ലെങ്കിൽ ഗീ റൈസിൻ്റെ കൂടെ ആണെങ്കിലോ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ വേണ്ടി പറ്റും. ഇത് സിമ്പിൾ നല്ല ടേസ്റ്റി റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ സൺഡേ സാറ്റർഡേ സ്പെഷ്യലാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനത്തെ മട്ടൻ കറി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അപ്പോൾ മട്ടൻ കറി ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഇതിൻ്റെ കമൻറ്റിലൊന്ന് അറിയിക്കണേ. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് മട്ടൻ കറീൻ്റെ ഫൈനൽ റിസൾട്ട് ഒന്ന് നോക്കിയാൽ നല്ല അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് കമലാട്ടനും കാശിക്കൂട്ടനും ആണ് മട്ടൻ കറി ടേസ്റ്റ് ചെയ്യുന്നത്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം മട്ടൻ കറി എങ്ങനെയുണ്ടെന്ന്. ഞാൻ ഗീ റൈസാണ് ഇതിനെ റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഗീ റൈസും മട്ടൻ കറിയാണ് എന്ന് ഞാൻ സെറ്റാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം മട്ടൻ കറി എങ്ങനെയുണ്ട്, ടേസ്റ്റ് ഉണ്ടോ? സൂപ്പർ.